ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതായിരുന്നേ. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പഞ്ചർ വന്നിട്ട് അതൊന്ന് ശരിയാക്കാൻ പോയതാണ്. ഈ കാണുന്ന നമ്മുടെ അച്ഛൻ്റെ സഹോദരിയുടെ മോനാണ്, പെങ്ങളുടെ മോൻ എന്ന് പറയും. സ്വന്തമല്ല, ചേട്ടൻ്റെമാരൊക്കെ സഹോദരികളോ അങ്ങനെ മക്കളാ. അപ്പം ഞങ്ങളിട്ട് എന്നോട് വീഡിയോ എടുക്കുകയാണോ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആളങ്ങ് പോയി. ശേഷം വണ്ടിയുടെ പഞ്ചറൊക്കെ ഒടിച്ചു. വണ്ടിയുടെ സീറ്റാണെങ്കിൽ ഫുള്ള് കീറിയിരിക്കുകയാണ്. പൂച്ചയുടെ പരിപാടിയാണ്. പൂച്ച കയറി ഇരുന്നിട്ട് അതിങ്ങനെ മാന്തി കീറിയതാണ്. ബാക്കി ഞങ്ങളതിനകത്ത് സീറ്റ് കവറുണ്ട്, അത് മാറ്റണം. ഇനി രാത്രിയിൽ നമ്മൾ അതിൻ്റെ മേളിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണെങ്കിലും പൂച്ച വല്ലാണ്ട് ശല്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ സമയം അവിടെ നിന്നിട്ട് ഒരിപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഇറാനി ചായയും ബൺ ബസ്കയോ അങ്ങനത്തെ ഒരു സാധനം കഴിക്കാൻ വേണ്ടി പോയതാണ്. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ 8ൻ്റെ പണി തന്നെ എനിക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ആ സാധനം പോയപ്പോൾ ആ സാധനം ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങളത് പകരം വേറെ ചായയും ക്രീം ബണ്ണും കണ്ട് അത് കഴിച്ചതാണ്. എനിക്കും മോനും നല്ല പണി കിട്ടി. രാത്രിയിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഫുള്ള് ബാത്റൂമിൽ പോക്കായിരുന്നു എൻ്റെ മോൻ്റെയും ജോലി. അവൻ 1-2 വട്ടം പോയപ്പോഴത്തേനും അവനും ഓക്കെ ശരിയായി. എനിക്കാണെങ്കിൽ രാത്രിയിൽ ഒരു സ്വസ്ഥതയില്ലായിരുന്നു, ഉറങ്ങാനും പറ്റിയില്ല. അപ്പം രാവിലെ എണീറ്റിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട് എനിക്ക് ആഹാരം പോലും വയറ്റിൻ്റെ അസ്വസ്ഥത കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ഞാൻ അവസാനം വൈകുന്നേരം ഈ ഒരു പകലും കൂടെ ചേർത്ത് ഞാനൊരു 6 തവണ ബാത്റൂമിൽ പോയിട്ട് എനിക്ക് ശരിയായി ആയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ വൈകുന്നേരം ക്ഷീണം കൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിച്ച് വന്നിട്ട് നല്ല കട്ടൻ ചായ ഇട്ട് അച്ഛനെനിക്ക് കട്ടൻ ചായ ഒക്കെ ഇട്ട് വന്ന് കുടിച്ചതിന് ശേഷം പിന്നെ പിള്ളേർക്ക് മോനാണെങ്കിൽ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അവനെ കൊണ്ടുവിടാൻ പോകുമ്പോൾ സാധാരണയായിട്ട് കുഞ്ഞും പോകാറുണ്ട്. കുഞ്ഞിനെ അങ്ങോട്ട് പോയിട്ട് അവർ വണ്ടിയിൽ തന്നെ തിരിച്ച് വരികയും ചെയ്യും. അങ്ങനെ അവനെയും കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്നപ്പോൾ എനിക്ക് ചാച്ച വാങ്ങിച്ചു തന്നെയാണ്. എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിത് കഴിച്ച് ഈ ഉള്ളിവട കഴിച്ചിട്ടുകൂടി എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ ഞാനതെടുത്ത് കളയുകയാണ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സാധനം. ഞാൻ എന്തോ തിന്നിട്ട് എൻ്റെ വായിക്ക് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അസ്വസ്ഥതയുണ്ട്. എനിക്ക് ഫുഡൊന്നും കഴിക്കാനൊരു തോന്നലുമില്ല. അതിനുശേഷം അച്ഛൻ പോയിട്ട് വന്നപ്പോഴത്തേനാണെങ്കിൽ നമ്മുടെ ചുമന്ന മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. 150 രൂപ വില, ഭയങ്കര വില തന്നെ. അപ്പം ഞങ്ങളത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കറി വെക്കാമെന്ന് വെച്ചപ്പോഴത്തേനും ഭാവി എണീറ്റിട്ട് ഭയങ്കര വഴക്കാണ്. പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞാണ് മീൻ കറി വെക്കാനുള്ള പരിപാടിയിലായിരുന്നു. അത്രയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അതിന് അവർ വരണം. അവർ രണ്ടുപേരും കൂടെ പുറത്ത് പോയേക്കുവാണ്. അപ്പം ഞങ്ങൾ അവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞാനും ഭാവയും കൂടെ ഓരോന്ന് ഫോഴ്സ് കാണിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം. അവളും ഭയങ്കര ദേഷ്യത്തിലാണ്. പപ്പ പോയപ്പോൾ അവളെ കൊണ്ടുപോകാതെ പോയതിന് ഭയങ്കര ദേഷ്യത്തിലാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം. എനിക്ക് വേദന മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന് വേദനയുണ്ട്, എന്നാലും എന്തോ ഒരു ചെറിയ അസ്വസ്ഥതയാണ്. രാത്രി എന്നാലും ഞാനിച്ചിരി ചോറ് കഴിക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇനി വിശന്നിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഒരു പിടി ചോറും മീൻ വറുത്തതും മീൻ കറിയും കൂടെ ചേർത്ത് നമ്മുടെ ചുമന്ന മീനാണ്. അപ്പം കഴിഞ്ഞ് കൂട്ടി ഞാൻ കഴിക്കുവാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. ടാറ്റാ, ബൈ ബൈ.